1202 ആണ്ട് ചിങ്ങമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. 17/8/2026 മുതൽ 16/9/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങളെ ദ്രോഹിച്ചവർക്ക് കനത്ത രീതിയിലുള്ള ശിക്ഷ അല്ലെങ്കിൽ തിരിച്ചടി അവർക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഏത് പ്രതിസന്ധി ഉണ്ടായിരുന്നാലും അതിനെ മറികടക്കുന്നതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ആത്മവിശ്വാസവും ആത്മധൈര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നു. സാമ്പത്തികമായിട്ടായിരുന്നാലും അല്ലാതെ സഹായിക്കാൻ സാധിക്കുന്നു. മിത്രങ്ങളുടെയും ബന്ധുക്കളുടെയും സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ധാരാളം ധനം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നു. വളരെ മര്യാദയായി എല്ലാവരോടും പെരുമാറാൻ കഴിയുന്നു. ഏതിനെയും എന്തിനേയും ദയവുള്ള ഒരു ഏതിനെയും എന്തിനേയും തന്നെ ഒരു ഭയമുള്ള ഒരു അവസ്ഥ മാറിക്കിട്ടുന്നു. അവിടെ ഭയം മാറി ധൈര്യം വരുന്നു. ഉദ്യോഗസ്ഥർക്ക് ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവർക്ക് പ്രൊമോഷനും ചിലർക്ക് ലഭിച്ചേക്കാം. പ്രൊമോഷനോട് കൂടിയുള്ള ട്രാൻസ്ഫറും ചിലർക്ക് ലഭിക്കാം. ആരോഗ്യം ഒരുവിധം തൃപ്തികരമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹൃദയത്തിനോ ലിവറിനോ മറ്റു അവയവങ്ങൾക്കോ ഉള്ള എന്തെങ്കിലും ചികിത്സ നടത്തുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തക്ക ചികിത്സ ലഭിക്കുന്നതിനും അത് സുഖം പ്രാപിക്കുന്നതിനും സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നു. ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നു. അതുവഴി സാമ്പത്തിക നേട്ടവും ലഭിക്കുന്നു. പിതൃതർപ്പണം മുതലായ പിതൃപൂജകൾ ചെയ്യുന്നത് നിമിത്തം കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കുന്നു. പ്രാർത്ഥനകളും പൂജകൾക്കൊക്കെ ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ലഭിക്കുന്നതിനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. കൂടുതലും വളരെയധികം വാർദ്ധക്യാവസ്ഥയിൽ കഴിയുന്ന ആൾക്കാർക്ക് ഈ സമയം ഒരു വിയോഗം വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അവർ മരണപ്പെടുന്നതിന് ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇനി തിരുവാതിര നക്ഷത്രക്കാരുടെ പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാനിവിടെ വിവരിക്കുന്നത്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചില ത്വക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഫത്തിന്റെ ശല്യങ്ങളൊക്കെ ഉണ്ടാകാം. വിഷവസ്തുക്കൾ കുട്ടികളിൽ നിന്നും അകറ്റി വയ്ക്കുക. അത് എന്ത് വിഷവസ്തുക്കളായിരുന്നാലും അകറ്റി വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവർക്ക് മോശപ്പെട്ട ഒരു കാലഘട്ടമാണ്. എങ്കിലും വിദ്യാഭ്യാസം അവർക്ക് തുടങ്ങുന്നതിനും അത് മുന്നോട്ട് പോകുന്നതിനും അവർക്ക് സാധിക്കുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ആഭിചാരക്രിയകൾ മൂലം ചില ദോഷങ്ങൾ ഈ കുട്ടിക്കും കുടുംബത്തിലുള്ളവർക്കും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിന് തക്ക പരിഹാരം ചെയ്താൽ അത് മാറിക്കിട്ടുന്നതാണ്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, അതായത് ഈ ആഭിചാരക്രിയകളുടെ ഒരു ദോഷം ഏറ്റിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പഠിപ്പിൽ ശ്രദ്ധ കുറയുന്നു. അതുപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള ഒരു കഴിവ്, അതായത് അശ്രദ്ധ കാണിക്കുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള കാലഘട്ടത്ത് വിദ്യാഭ്യാസത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ചെറിയ ചില തടസ്സങ്ങൾ വരാം എന്നത് ഉള്ളൂ. അതുപോലെ അവിടെയൊക്കെ ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു സമയമാണ്. മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ചിലർക്ക് ചെറുപ്രായത്തിലെ തന്നെ മാന്യമായ ഒരു തൊഴിൽ ലഭിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിലർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. വിദേശത്ത് പോയി പഠിക്കാനും സാധ്യത കാണുന്നു. സ്വന്തം ഭവനത്തിൽ നിന്നും വേറിട്ട് താമസിക്കേണ്ടതായിട്ടും വന്നേക്കാം. വിവാഹവും സന്താന ഭാഗ്യവും ഉണ്ടാകുന്നു ഈ സമയം. അതിനുള്ള യോഗമുണ്ട്. ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില കുഴപ്പങ്ങൾ ഉണ്ടാകാം. മാനഹാനി എന്നിവ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചില തിരുവാതിര നക്ഷത്രക്കാര് മടി പിടിച്ച് യാതൊരു തൊഴിലും ചെയ്യാതെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്നതായിട്ടും ചിലരെ കാണാൻ സാധിക്കുന്നു. മറ്റു ചിലർ ഉന്നത സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ വീട് വാങ്ങാനും അല്ലെങ്കിൽ പുതിയതായി നിർമ്മിച്ച വീട്ടിൽ താമസിക്കുന്നതിനും ഈ സമയം യോഗം കാണുന്നുണ്ട്. ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് കലാ സാംസ്കാരിക രംഗത്തോ മറ്റു സേവന രംഗത്തോ ഉള്ളവർക്ക് ഏറെ അധികം ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വൈദ്യ ശാസ്ത്ര രംഗത്തുള്ളവർക്കും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നു. ചില ഗവേഷണപരമായ തൊഴിലുകളിൽ ഏർപ്പെടാൻ അവർക്ക് സാധിക്കുന്നു.
ഇഷ്ട വാഹനം അവർക്ക് ലഭ്യമാകാം. ചിലർക്ക് ചില അസുഖങ്ങൾ വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രമേഹമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണിത്. ഒരു സർജറി നടക്കേണ്ടതായിട്ടാണ് കാണുന്നത്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാരും ശത്രുക്കളും ചേർന്ന് പല രീതിയിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. അത് വസ്തുവകൾ, സ്ഥാപനങ്ങൾ മുതലായവ കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ ശാരീരികപരമായി നിങ്ങളെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ മാനഹാനിപരമായിട്ടുള്ള കള്ളക്കേസുകൾ ഉണ്ടാക്കി നിങ്ങളെ ചതിക്കുകയോ ചെയ്യാം. ചതി, വഞ്ചന എന്നിവ നടക്കേണ്ട ഒരു സമയമാണ്. ആയതിനാൽ വളരെയധികം കരുതി ഇരിക്കണം, ശ്രദ്ധിക്കണം. ഓരോ ഇടപാടും, നിങ്ങൾ ഏത് രീതിയിലുള്ള ഇടപാട്, സാമ്പത്തിക ഇടപാടായിരുന്നാലും വസ്തുപരമായിട്ടുള്ള ഇടപാടായിരുന്നാലും എന്ത് ബിസിനസ് ആയിരുന്നാലും എല്ലാം നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ചതിവിൽ പെടരുത്. അതായത് 71 വയസ്സിന് മുകളിലോട്ടുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ കഷ്ടപ്പാടുകളും, കുറച്ച് ഭയവും ചതിയിൽ നിന്നുള്ള മോചനവും ഇതൊക്കെ എല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. അവർക്കൊരു നല്ല കാലഘട്ടമാണിത്. സമ്പത്തും ഐശ്വര്യങ്ങളും അവർക്ക് ലഭ്യമാകുന്നു. മനസമാധാനം ലഭ്യമാകുന്നു. ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് ഒരു സർജറി കൂടി വേണ്ടി വന്നേക്കാം. അസ്ഥിയെ സംബന്ധിക്കുന്ന സർജറി നടക്കുന്നതായിട്ടാണ് കൂടുതലും കാണാൻ സാധിക്കുക. എങ്കിലും സന്തോഷത്തിന് ഏറെ ധാരാളം വകകളുള്ള സംഭവങ്ങളും ഉണ്ടാകാം. ചില ഭാഗ്യവാന്മാരായ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇവർക്ക് സർക്കാർ 5 വർഷത്തേക്കുള്ള ഒരു താൽക്കാലിക അധികാരമുള്ള ഒരു പദവി ഇവർക്ക് സർക്കാർ കൊടുക്കുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമായിട്ടാണ് വരുന്നത്. ഇനി ബുധ ഗുരു യോഗം കർക്കിടക രാശിയിൽ നടക്കുന്നതിനാല് ബുദ്ധിശക്തി, സാമ്പത്തിക പുരോഗതി, മികച്ച സംസാരശേഷി എന്നിവ ഉണ്ടാകാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം, അറിവ്, അതുപോലെ തന്നെ വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനുള്ള ഒരു കഴിവ് എന്നിവ അവർക്ക് ലഭിക്കുന്നത് ഈ യോഗം മൂലമാണ്. അതുപോലെ ചിലർ നല്ലൊരു പ്രാസംഗികനാകാൻ സാധിക്കുന്നു, പ്രഭാഷകനാകാൻ സാധിക്കുന്നു. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഈ യോഗം മൂലം ലഭിക്കുന്നു. ചിലർക്ക് ഈ യോഗം മൂലം ധാരാളം ധനനേട്ടം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അവരെ കരിയറിലും ബിസിനസ്സിലൊക്കെ അവർക്ക് വളരെ നേട്ടം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ഒരു സാമ്പത്തിക സ്ഥിരത വരുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. കലകളിലും സംഗീതം, നൃത്തം, സാഹിത്യം, അഭിനയം തുടങ്ങിയ കലകളിലെല്ലാം തന്നെ അവർക്ക് താല്പര്യം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. കുട്ടികളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കുക, അവരെ നിരുത്സാഹപ്പെടുത്തരുത്, പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കലാകാരന്മാർക്കാണെങ്കിൽ വളരെയധികം ഗുണം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നു, സന്തോഷം ഉണ്ടാകുന്നു. അടുത്ത സൂര്യ കേതു യോഗം നടക്കുന്നതിനാൽ ഇതിനെ ഗ്രഹണ യോഗം എന്നാണ് പറയുന്നത്. ആത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതുപോലെ ഇച്ഛാശക്തിയെയും ഇത് ധാരാളമായി ബാധിക്കുന്നു. വയറിനും തലയ്ക്കും ഒക്കെ ഒരു ചെറിയ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തലവേദന, അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളും വയറ് സംബന്ധിച്ചും അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഊർജ്ജക്കുറവ് ഉണ്ടാകാം, അതായത് ശരീരത്തിന് ഒരു ഉന്മേഷക്കുറവ് ഉണ്ടാകാം, ശക്തിയില്ലായ്മ വരാം, മടി ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിൽ, അതായത് കരിയറിലായിരുന്നാലും ബിസിനസ്സിലായിരുന്നാലും തീരുമാനങ്ങൾ എടുക്കാൻ ഒരു കഴിവില്ലാണ്ട് വരുന്നു, സംശയം വരുന്നു, ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. കാരണം ബിസിനസ് വികസിപ്പിക്കണമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു ബ്രാഞ്ച് തുടങ്ങിയിട്ടാണോ, അല്ലെങ്കിൽ ഉള്ള ബിസിനസ്സിനെ ഉള്ള സ്ഥലത്ത് വെച്ച് തന്നെ കുറച്ചൊന്ന് വിപുലീകരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരാൻ ഈ യോഗം മൂലം സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായ ആരോടും വാക്ക് തർക്കത്തിനും ഒന്നും പോകാണ്ടിരിക്കാൻ നല്ലതാണ്. കോപം ഒഴിവാക്കുക. ആർക്കും തന്നെ നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത വാഗ്ദാനങ്ങളൊന്നും നിങ്ങൾ കൊടുക്കരുത്. അതുപോലെ ചന്ദ്ര ശുക്ര യോഗം നടക്കുന്നതിനാൽ, ഇത് കന്നി രാശിയിലാണ് നടക്കുന്നത്, വ്യക്തിയുടെ മനസ്സിനെയും സർഗാത്മകയെയും എല്ലാം മൊത്തം ജീവിതത്തെ തന്നെയും പ്രത്യേകം നല്ല രീതിയിൽ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു യോഗമാണ് ഈ ചന്ദ്ര ശുക്ര യോഗം. അതായത് ബുധന്റെ വീടാണ് കന്നി രാശി. ഇവിടെ ശുക്രൻ നീചാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. സംഗീതം, നൃത്തം, ചിത്രകല, ഡിസൈനിങ് തുടങ്ങിയ സർഗാത്മക മേഖലയിലുള്ളവർക്ക് വളരെയധികം പ്രയോജനങ്ങളുടെ സമയമാണ്. കുട്ടികൾക്ക് ഇത് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് അവർക്കുള്ളത്. അതുകൂടാതെ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്ക് വളരെ ഗുണങ്ങൾ കിട്ടുന്ന രീതിയിലാണ്. ഈ നേരത്തെ പറഞ്ഞതിന്റെ മുമ്പ് പറഞ്ഞ യോഗത്തിനും വളരെയധികം ഗുണങ്ങൾ ലഭിക്കുന്നു കലാകാരന്മാർക്ക്. അതുപോലെ തന്നെ വേറൊരു ഗുണം കൂടി ഉള്ളത്, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ, നമ്മളെ സഹജീവികളായിട്ടുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിനും അവർക്ക് അവരുടെ ദുഃഖങ്ങൾ അറിയുന്നതിനും അവർക്ക് എന്താണ് ആവശ്യം
അത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതി ചെയ്തു കൊടുക്കുന്നതിന് ഒരു അനുകമ്പയോടും ഒരു സ്നേഹത്തോടും പെരുമാറാനും ഈ യോഗം മൂലം സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നു. കോൺട്രാക്ടർമാർക്ക് ആയിരുന്നാലും മറ്റുള്ള പ്രോജക്റ്റ് വർക്കൊക്കെ ഉള്ള ആൾക്കാരായിരുന്നാലും ശരി, അവർക്കെല്ലാം ടൈം ബോണ്ടായിട്ട് കൃത്യം ആ സമയത്തിന് മുമ്പ് തന്നെ അവർക്ക് അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നു. അതും ഈ യോഗത്തിന്റെ ഒരു ഭാഗം തന്നെ, ഗുണം തന്നെയാണ്. പക്ഷെ ഒരു ന്യൂനത ഉള്ളത് സ്നേഹം, പ്രേമം എന്നിവയിൽ ആത്മാർത്ഥത കാണിക്കുമെങ്കിൽ തന്നെയും ചില സമയങ്ങളിൽ സംശയം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നു. അതായത് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നു ഉള്ളതാണ് ഇതിനൊരു പ്രത്യേകത. അതുമൂലം മാനസിക സംഘർഷം ഉണ്ടായേക്കാം. നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജ്യോതിഷപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ചിങ്ങമാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.